ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ കുറേ നാളായി കേട്ടോ ഞാനൊരു വ്ളോഗും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ നാളിന് ശേഷം ഇപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്നൊരു സിമ്പിളായിട്ടൊരു ലഞ്ച് ബോക്സിനകത്തൊക്കെയുള്ള മുട്ട തയ്യാറാക്കണേ. അപ്പോൾ മുട്ടയ്ക്ക് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഓംലെറ്റാണ് ഉണ്ടാക്കേണ്ടത്. 3 പേർക്കുള്ളതാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ അതിനകത്തേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. ഒരു കുഞ്ഞ് സവാളയും നെടുവെ മുറിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണേൽ എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ഒഴിച്ചാലും നല്ല ബഫി ആയിട്ട് വരും. അതുപോലെ തന്നെ നല്ല തിക്നെസ്സും ഉണ്ടാകും. ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഓംലെറ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ടാവും കേട്ടോ. എനിക്കിങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് സക്സസ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഉള്ള ലഞ്ച് ബോക്സിലേക്കാണ് ഇത് തയ്യാറാക്കിയത്. അപ്പം വീട്ടിലേക്ക് കഴിക്കാനുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അത് ലഞ്ച് ബോക്സിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പാത്രം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചോറ് ഇട്ടു കേട്ടോ. ചോറിട്ടിട്ട് നമ്മൾ കറി എടുക്കുന്നുണ്ട്. നമുക്ക് ഒഴിച്ച് കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒഴിച്ച് കറി ഇല്ലാതെ നമുക്ക് ചോറൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ നമ്മൾ 3-4 പേര് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കാരണം നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറികളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞിലത്തെ, അതായത് സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ഉള്ള ഓർമ്മകളൊക്കെ നമുക്ക് ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ വെക്കുന്നുണ്ട്. മുട്ടയും അതുപോലെ തന്നെ പയറ് തോരനുമാണ് ഇന്നത്തെ ലഞ്ച് ബോക്സിലേക്കുള്ള വിഭവം. പയറ് തോരനും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് അടുക്കളയിലെ പരിപാടികളൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ആദ്യമേ തന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട് കേട്ടോ. അല്ലേ നമ്മൾ വരുന്ന സമയത്ത് അത് ഭയങ്കര മെസ്സി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് പോയത് കേട്ടോ. ഞാനിങ്ങനെ ബെഡിൽ വെച്ചിട്ടാണ് ഡ്രസ്സ് അയൺ ചെയ്യുന്നത്. ടേബിളുണ്ടെങ്കിലും അതിൽ പോയിട്ട് ചെയ്യൂല കേട്ടോ. ഇങ്ങനെ തന്നെ അതാ പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് കുളിച്ചിറങ്ങി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് നല്ലൊരു ഹാബിറ്റല്ല, എന്നാലും എനിക്കത് പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ മുടി മുറിച്ച് കളഞ്ഞതിന് ശേഷം എണ്ണയൊക്കെ യൂസ് ചെയ്ത് നല്ലവണ്ണം എണ്ണയൊക്കെ ഇട്ടിട്ടാണ് കുളിക്കാൻ പോകുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി സ്കിൻ കെയറും കൂടെ കാണാം കേട്ടോ. അപ്പോൾ തലമുടി ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളത് കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. വലിയധികം പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തലയൊക്കെ ഒന്ന് തോർത്തി ഒരു ചീപ്പെടുത്തിട്ട് ചീകിയിട്ടാൽ മാത്രം മതി. വേറെ പണിയൊന്നും അതിനകത്ത് കൂടുതൽ എടുക്കണ്ട. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സിറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിറം നല്ല അടിപൊളിയാണ് കേട്ടോ. എൻ്റെ മുഖത്തെ പാടുകളെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ പറയാമേ. ഇനി നമ്മൾ സിറം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത്. കുറച്ച് സൺസ്ക്രീൻ എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കാരണം ഭയങ്കര ചൂടാണ്. നല്ല പ്രൊട്ടക്ഷൻ, നല്ല UV പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്തു കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് വെയിൽ നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും. നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ, അതായത് 2 വീലറൊക്കെ ഓടിച്ച് പോകുന്നവരാണെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യണം. പിന്നെ കയ്യിലൊക്കെ കയ്യുറയൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് പോണത്. ആദ്യം ഒരു കോട്ടിടും, പിന്നെ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇടും, അങ്ങനെയൊക്കെയാണ് പോണത്. ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു പൗഡർ ഇട്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു പൊട്ട് തൊടണം, പിന്നെ ഒന്ന് കണ്ണെഴുതണം, പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. എന്തോ എനിക്ക് ലിപ്സ്റ്റിക്കിനകത്ത് ആരോ എന്തോ തന്നിട്ടുണ്ട്, സത്യമായിട്ടും അതെ. ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ഞാൻ പുറത്തേക്കേ പോകില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്.
അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ.